നമസ്കാരം. മാർച്ച് മാസത്തിൻ്റെ തുടക്കം കുറിച്ച ഈ വേളയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ചില നക്ഷത്രക്കാരെ തേടിയെത്താൻ പോവുകയാണ്. മാർച്ച് 31 ദിനങ്ങളും മുന്നോട്ടുള്ള ഓരോ ചുവടുകളും അനുകൂല മാറ്റങ്ങളാണ് ഇവർക്ക് നൽകാനായി പോകുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റങ്ങളെന്ന് നോക്കാം. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും, നേട്ടങ്ങൾ നിരവധി വർദ്ധിക്കും, ഐശ്വര്യം നിലനിൽക്കും, കുടുംബത്തിൽ ഉള്ള അസ്വസ്ഥതകൾ അകലും, ശാരീരികമായി ഒരു ബുദ്ധിമുട്ടുകൾ അകന്ന് മാറ്റമുണ്ടാകുന്നതാണ്, ജോലിയിൽ നേട്ടമുണ്ടാകും, കുട്ടികൾക്ക് വിദ്യയിൽ വിജയമുണ്ടാകും, ശത്രു ശല്യം കുറയും, ശത്രുഭയം അകലും, മനസ്സിന് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ടെൻഷനുകൾ ഒക്കെയും അകന്നു മാറും. അത്രത്തോളം ഭാഗ്യമുള്ള ഒരു സമയം തന്നെയാണ് ഈ മാർച്ച് മാസം. ഇത് മാർച്ച് 3-ാം തീയതിയാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും മാർച്ച് മാസത്തിൽ സംഭവിക്കുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക്. എന്നാൽ അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാം. അപ്പോൾ ഓരോ മിനിറ്റിലും ഭാഗ്യം കൂടെ നിൽക്കുകയാണ് ഈ മാർച്ച് മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക്. അപ്പോൾ അവരാരൊക്കെയാണ്, ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ, അവർക്ക് എങ്ങനെയുള്ള മാറ്റമാണ് ഈ മാർച്ച് മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്? സാമ്പത്തികമായ ഒരു ഉന്നതി ഉണ്ടാകുമോ? കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുമോ? ഐശ്വര്യം വർദ്ധിക്കുമോ? കുടുംബത്തിൽ വിവാഹം നടക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് വിവാഹ യോഗം തെളിയുമോ? സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകുമോ? ഐശ്വര്യം ഉണ്ടാകുമോ? എന്നൊക്കെ ആയിരിക്കും ഓരോ ആളുകളുടെയും ചിന്ത. അപ്പോൾ ഈ മാർച്ച് മാസം നമ്മൾ ഓരോ മാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും നമ്മൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ജ്യോതിഷ ലോകത്തിൽ അത്രത്തോളം വിലപ്പെട്ട സമയങ്ങളാണ്. രാശികൾ ഓരോന്നും മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരികയും പെട്ടെന്ന് കയ്യിലേക്ക് ധനം വരികയും അതേപോലെ പെട്ടെന്ന് ചിലവുകൾ വരികയും ഒക്കെ ചെയ്യും. നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു കാര്യങ്ങളുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം ശനിമാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാർച്ച് 3-ാം തീയതി. മാർച്ച് മാസത്തിൽ ഭാഗ്യം അധികമായി വരുന്ന ആ ഒരു ഭാഗ്യശാലികളായ നക്ഷത്രക്കാരൊക്കെ നോക്കാം. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം. പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാർച്ച് മാസത്തിൽ ഭാഗ്യം അധികമായി ലഭിക്കുന്ന നക്ഷത്രക്കാർ കാർത്തികയുടെ അവസാന 1/4 ഭാഗം, രോഹിണി നക്ഷത്രം, അടുത്തത് മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ഉന്നതിയുടെ സമയമാണ്. പുതിയ ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തികമായൊരു നേട്ടം ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ്. കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ പങ്കാളിയോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കുന്ന ആ ഒരു മനോഭാവം കൂടി, അതായത് ടെൻഷനുകളൊക്കെ ഒഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത്. ആരോഗ്യകാര്യത്തിൽ അനുകൂല സമയം തന്നെയാണ് ഈ മാർച്ച് മാസം. ഈ നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും തേടി എത്തും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ആവശ്യമില്ല. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു സമയം ഏറ്റവും അധികം നേട്ടം. അതായത് കർമ്മമേഖല ഏതാണോ, ബിസിനസ് ചെയ്യുന്ന ആളുടെ കർമ്മമേഖല, അതേപോലെ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രൈവറ്റായി ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, ചെറിയൊരു തയ്യൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു സമയം കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യ അനുഭവങ്ങൾ ഈ മാർച്ച് മാസം ഉണ്ടാകുന്നതാണ്. കീർത്തി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, ലോണ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലോട്ടറി, അതേപോലെ ചിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ, അതായത് നമ്മൾ പറയുക ചിട്ടി അടിച്ചു അല്ലെങ്കിൽ ചിട്ടി അടിച്ചില്ല എന്ന് പറയുമ്പോഴും അവിടെ നമ്മുടെ ഭാഗ്യദോഷം കാരണമായിരിക്കും കാത്തിരുന്ന് നമുക്കത് കിട്ടാതെ പോയത്. ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ്. കയ്യിലേക്ക് ധനം വന്നു ചേരും, പ്രോജക്റ്റുകൾ കൂടുതലായി ബിസിനസ് ചെയ്യുന്നവർക്കായി വന്നു ചേരും. എങ്ങനെയാണെങ്കിലും നേട്ടത്തിൻ്റെ ഒരു സമയം തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ തുറന്നെത്തിയിരിക്കുകയാണ്. വളരെയധികം ഭാഗ്യം തന്നെയാണ് കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്ന സമയം തന്നെയാണ് ഈ മാർച്ച് മാസം. ഇന്ന് മാർച്ച് 3-ലാണ് നമ്മൾ നിൽക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ്. വരുന്ന 31 ദിവസം നിർണായം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു
ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു തെളിവ്, വഴിത്തെളിവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഒരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു മറവ് തോന്നാറുണ്ട്. അതായത് തടസ്സങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ശത്രുദോഷമൊക്കെ ധാരാളമായി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അടുത്ത ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്ന കാര്യം, അതായത് നേർച്ച പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ, ദേവന്മാരെ ആരെയും പ്രാർത്ഥിക്കുന്ന വേളയിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരു നേർച്ച കൂടി എത്തുമായിരിക്കും. അപ്പോൾ അങ്ങനെ എത്തുന്ന ആ നേർച്ച വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. നമ്മളല്ലേ പറഞ്ഞു തരുമ്പോൾ അത് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് അവരായിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും, അല്ലെങ്കിൽ വില തുക കൂടുതലാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണടച്ച് നിങ്ങളുടെ പൂജാമുറി കയറിയിരുന്ന് കിഴക്കോട്ട് ദർശനമായിരുന്നത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ആ ഒരു ദേവതയെ, അതായത് ശത്രുദോഷമുണ്ടാകുന്ന മാറിത്തരാൻ ഭദ്രകാളി അമ്മയോടൊന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു കറുപ്പ് എന്തെങ്കിലും ഒരു കാര്യം ആദ്യമേ ഓടിയെത്തും. ആ നേർച്ച കൊടുത്ത് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലം സുനിശ്ചിതമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 31 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആ നിങ്ങളുടെ ശത്രുവാരോ അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളോട് മാപ്പ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിനെ ബുദ്ധിമുട്ടിലാഴ്ത്തിയത് ശത്രുശല്യം തന്നെയാണ്. അത് എങ്ങനെയായോ ചിലപ്പോൾ ആളുകൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് തെറ്റായ രീതിയിലായി അവർ വ്യാഖ്യാനിച്ചെടുത്ത് അത് മുഖേന നിങ്ങളുടെ ശത്രുത ഉണ്ടായതാകാം. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ശത്രുതയൊക്കെ ആകാം. ഇങ്ങനെയുള്ള ഈ അലച്ചിലുകൾ ജീവിതം മുന്നോട്ട് പോകാതെ ഗതി പിടിക്കാതെ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചത്. അതിന് മാറ്റം വരും. ഒരു സമയദോഷം എന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ കരുതിയാൽ മതി. ഏത് മനുഷ്യനും ഉണ്ടാകുമല്ലോ സമയദോഷം. അപ്പോൾ അത് മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കാനും സാധിച്ചത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് അടുത്തുള്ള ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയേ. അടുത്ത നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്കും ഈ മാസം നല്ല സമയമാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന കാര്യത്തിന് ഉത്തമ സമയമാണ്. കഠിന അധ്വാനത്തിനൊക്കെ ഫലം ലഭിക്കുന്ന സമയമാണ്. 2025 മാർച്ച് മാസം മുതൽ ഈ 3 നക്ഷത്രക്കാർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും എന്നതിൽ സംശയം വേണ്ട. ചില ശത്രുക്കളുണ്ട് ചുറ്റിനും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ രഹസ്യമായ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട്, നമ്മുടെ സമ്പത്തിൻ്റെ കാര്യങ്ങൾ, അതേപോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതൊന്നും ആരുമായും ഷെയർ ചെയ്യാതിരിക്കും. കാരണം തരം കിട്ടിയാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളാണ് ചുറ്റുമുള്ളത് എന്നതുകൂടി ആയില്യം നക്ഷത്രക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, ഇതൊന്നും ആരുമായി ഷെയർ ചെയ്യാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര. ഈ നക്ഷത്രക്കാർക്കും ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ് ഈ മാർച്ച് മാസം. നിങ്ങൾക്ക് സ്വന്തമായൊരു വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. സന്തോഷകരമായ ഒരു മാറ്റം അതിലൂടെ തന്നെ സ്വന്തമായൊരു വരുമാനം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. നിരവധി നേട്ടങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. മാർച്ച് മാസം അത്ര നല്ല സമയമാണ്. ഈ മാർച്ച് 4 മുതൽ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. സുനിശ്ചിതമായ കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. എന്താണ് കഴിയുന്ന വഴിപാടെന്ന് വെച്ചാൽ ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ, അതായത് നമ്മളും ദൈവവും തമ്മിലൊരു കണക്ഷനാണ് വീഴുന്നത്. അതിന് മൂന്നാമസ്ഥൻ്റെ ഒരു യാതൊരു ആവശ്യവുമില്ല. നിങ്ങളും ദൈവവുമാണ് അവിടെ വീഴുന്നത്. അപ്പോൾ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിക്കുക. പൂജാമുറിയിൽ ചെന്നിരുന്ന് ഹനുമാൻ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിച്ച് ആ രൂപം ഒന്ന് മനസ്സിലേക്ക് ആവാഹിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായൊരു നേർച്ച തെളിഞ്ഞു വരും. ആ നേർച്ച ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഫലം സുനിശ്ചിതമാണ്. 7, 14, 21 ഈ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണും. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയം പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ സംശയമൊന്നും വേണ്ട. അടുത്ത നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്കും ഭൂമി സംബന്ധമായ അനുകൂലമായ സമയമാണ്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി അനുകൂലമായ വിധി വരുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകും. ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇറങ്ങിക്കൊള്ളുക, ആരംഭിച്ചുകൊള്ളുക. നല്ല സമയം തന്നെയാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. വളരെ നല്ല നേട്ടത്തിൻ്റെ സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള മാറ്റം ഉണ്ടാകുന്നതാണ്. അടുത്തുള്ള കൃഷ്ണക്ഷേത്രം, ഭഗവാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെല്ലുക.
എന്താണ് വഴിപാട് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ഇത് പറയുന്നത് പൂജാമുറിയിൽ ചെന്ന് ഭഗവാന്റെ ആ തിരുരൂപത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. അതായത് മനസ്സിൽ ആവാഹിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഭഗവാനും നിങ്ങളും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിലേക്ക് നിങ്ങളിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊരു നേർച്ച, അതായത് അദ്ദേഹത്തിന് നിങ്ങളാൽ വേണ്ടുന്ന എന്താണ്, മൂന്നാമസ്ഥൻ്റെ യാതൊരു ആവശ്യവും ഇവിടെ കാണുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് നേർച്ചയാണോ വേണ്ടത് ആ നേർച്ച ഭഗവാന്റെ നടയ്ക്കൽ സമർപ്പിച്ച് ആ തിരുരൂപത്തിലേക്ക്, ആ വിഗ്രഹത്തിലേക്ക് നോക്കി നിന്ന് മനസ്സിൻ്റെ വിഷമം അദ്ദേഹത്തോട് പറയുക. കരയാനൊന്നും നിൽക്കണ്ട. മനസ്സിൻ്റെ വിഷമം ആ ഹൃദയങ്ങൾ തമ്മിലുള്ള, അതായത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധമായി കണക്റ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു ദിവസം കൂടി പറയും, ഭഗവാനെ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഒരു 51 ദിവസം അതുതന്നെ ധാരാളമാണ്. അതിനുള്ളിൽ ആഗ്രഹിച്ച കാര്യം എന്താണോ, വിദേശ ഭാഗ്യമാണെങ്കിൽ അത്, ഒരു കച്ചവടം നടത്തണം, ഒരു ബിസിനസ് തുടങ്ങണം, അതിനുള്ള ഒരു വഴിയാണെങ്കിൽ അത്, ജോലിക്ക് പോകും, നഴ്സിംഗൊക്കെ പഠിക്കാൻ കുട്ടികൾ വിദേശത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതിനുള്ള പരിഹാരം ഒക്കെ തെളിയിച്ചു തരും ഭഗവാൻ ശ്രീകൃഷ്ണൻ. അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാർക്കും മാർച്ച് മാസം നല്ല സമയമാണ്. പ്രതിസന്ധികളുണ്ട്, അതൊക്കെ അവസാനിക്കും. ശതദോഷമൊക്കെ ഉള്ളതിനാലാണ് പ്രതിസന്ധികൾ കൂടുതലായി വന്ന് ഭവിക്കുന്നത്. അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, മുഖക്കുരു, അതേപോലെ തന്നെ തലയ്ക്ക് അമിതമായ ചൊറിച്ചിൽ, മുടിക്കൊക്കെ അങ്ങനെ തലയിലും ചെറിയ പിമ്പിൾ പോലെയൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്തുള്ള ശിവക്ഷേത്രത്തിലൊരു ജലധാര നടത്തുക. അപ്പോൾ ആ തലയ്ക്കുള്ള ആ ചൂടൊക്കെ ഒന്ന് മാറും. അനാവശ്യമായിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അതും ചിലപ്പോൾ നമ്മുടെ ചർമ്മത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അല്പം ബുദ്ധിമുട്ടുകൾ, ശരീരയുടെയൊക്കെ ദോഷമുള്ളതിനാലാണ് ഈ മുഖക്കുരു പ്രശ്നങ്ങളൊന്നും മാറാതെ നിൽക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് ഒന്നുകൂടി വിശദമാക്കി തരാം. അപ്പോൾ ഈ പിരിമുറുക്കമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അകലുന്നതിനൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളിപ്പോൾ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഒരു ജലധാരയ്ക്കൊന്ന് സമർപ്പിച്ച പേരും നാളും പറഞ്ഞ് തിരുമേനിയുടെ പക്കലൊന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അലർജി സംബന്ധം, അതായത് പെട്ടെന്ന് ചൂടൊക്കെ, ഈ നല്ല ചൂട് സമയമായാലും നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ധാരാളമായി വരുന്നുണ്ട്. അത് ഈ ചൂടിൻ്റെ മാത്രം കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലും അല്പം ബുദ്ധിമുട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചില ആളുകൾ നിമിത്തം ഉള്ളിൽ ഓരോന്നൊക്കെ തന്നിട്ടുണ്ട്, അതായത് കൈവശം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഉള്ളിൽ ചെയ്യുന്നതിൻ്റെയും കൂടെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കാതെ ഈ പറയുന്ന കാര്യമൊന്ന് ചെയ്യുക. അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു ജലധാരയ്ക്കൊന്ന് സമർപ്പിക്കുക. ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റമൊക്കെ ഉണ്ടായിട്ട് അറിയിക്കുക. കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം. മാറ്റമെന്ന് വെച്ചാൽ ഒരു തണുപ്പ്, ഒരു മാറ്റം, ഒരു കുളിർമ, ഇതൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക്. അതിലൊന്നും സംശയം വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ടിരിക്കട്ടെ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഈ നക്ഷത്രക്കാർ, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ട നക്ഷത്രക്കാരോടാണ് പറയുന്നത്. ഒരു മാറ്റം സുനിശ്ചിതമായി ഉണ്ടാകും. ജോലിയിലൊക്കെ ആകെ ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാനൊരു ഇഷ്ടമില്ലായ്മ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടങ്ങ് പോകുക എന്നൊക്കെയുള്ളൊരു അവസ്ഥയുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണം നമ്മൾ, എന്നാൽ മാത്രമേ ഒരു ഗതി നമ്മൾക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. നല്ലൊരു സമയമാണ് മാർച്ച് മാസം. തുടർന്ന് വരുന്ന വീഡിയോകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. ധൈര്യമായി അവർ മുന്നോട്ട് പോയിക്കൊള്ളുക. നല്ല സമയങ്ങളാണ് വരുന്നത്. അപ്പോൾ നല്ല സമയങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും, ദോഷ സമയമാണെങ്കിൽ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അല്ലാതെ ഇരുന്ന് എനിക്ക് സമ്പത്ത് വരുന്നില്ല, ഞാൻ മരണവക്കിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ക്ഷേത്രത്തിൽ ചെയ്യുന്നത് മാത്രമല്ല, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും അതുകൊണ്ട് പറയുന്നു, പൂജാമുറിയിൽ ചെന്നിരുന്ന് ഭഗവാനോട്, ക്ഷേത്രത്തിൽ നിന്ന് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഓടിച്ചാടി നമുക്ക് ചെല്ലാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ രൂപം മനസ്സിൽ കണ്ട് നമ്മുടെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മതി. നമ്മുടെ ഹൃദയം ഭഗവാന്റെ സമീപത്ത് ചെന്ന് നമ്മുടെ വേവലാതികൾ പറയുകയും ഒക്കെ ചെയ്തുകൊള്ളും. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഹാരം ചെയ്യാൻ പറഞ്ഞവർ അതൊക്കെ ഒന്നും മുടങ്ങാതെ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.